പി മരുന്നുകളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ജനങ്ങളെ മഹാരോഗികളാക്കി, ക്യാൻസർ രോഗികളാക്കി ചികിത്സാ വ്യവസായം കൊഴുപ്പിക്കുന്ന മരുന്ന് കമ്പനികളുടെ കള്ളത്തരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അമേരിക്കയിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ അടങ്ങിയ നിരവധി മരുന്നുകളാണ് പിൻവലിപ്പിച്ചിട്ടുള്ളത്, ഫലത്തിൽ നിരോധിച്ചിട്ടുള്ളത്. ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയ്ക്ക് മുന്നിലാണ് ലോകം ഇപ്പോൾ നിൽക്കുന്നത്. അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഏതാണ്ട് 4ഓളം മരുന്നുകളിൽ ക്യാൻസർ ഘടകങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഹൃദ്രോഗം, ബ്ലഡ് പ്രഷർ, കിഡ്നി തകരാർ എന്നിവയ്ക്കെല്ലാം നൽകുന്ന മരുന്നുകളിലാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽ ചേർത്തിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ലോസാർട്ടൻ, വൽസാർട്ടൻ, ഇർബസാർട്ടൻ, അംലോഡിപ്പിൻ തുടങ്ങിയ മരുന്നുകളിലും കൂടാതെ ഹൈഡ്രോക്ലോറോ തയാസൈഡ് തുടങ്ങിയ മരുന്നുകളിലുമാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകം അമേരിക്കൻ FDA കണ്ടുപിടിച്ചിട്ടുള്ളത്. വളരെ കാലങ്ങളായി ജനാരോഗ്യ പ്രസ്ഥാനവും നേച്ചർ ലൈഫും ജനങ്ങൾക്ക് നൽകുന്ന താക്കീതുകളിൽ ഒന്നാണ് രോഗങ്ങൾ ഉണ്ടാക്കി മരുന്നുകൾ ഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ. ആ മരുന്നുകൾക്കുള്ളിൽ വലിയ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കെമിക്കലുകൾ. ഞങ്ങൾ കഴിഞ്ഞ 10-25 വർഷങ്ങളായി ജനങ്ങൾക്ക് താക്കീത് തരികയാണ്. പലരും നെറ്റിയൊളിക്കുകയും ഞങ്ങൾ പ്രകൃതി മൗലികവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പത്രമാധ്യമങ്ങൾ ഞങ്ങളെ പടിക്ക് പുറത്താക്കി. എന്നാൽ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ ഞങ്ങൾ പറയുന്നത് ഏറ്റവും ശരിയായ കാര്യങ്ങളാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ ആൻഡ് ക്യാൻസർ എന്ന് പറഞ്ഞു 25 കൊല്ലങ്ങൾക്ക് മുമ്പ്. ജോൺസന്റെ ബേബി ഓയിൽ മണ്ണെണ്ണയാണ് എന്ന് കേരളത്തോട് അന്ന് പറഞ്ഞു, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ രോഗികളാക്കി ജീവിതകാലം മുഴുവൻ മരുന്ന് വിൽക്കാവുന്ന കെണിയാണ് ജോൺസന്റെ ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ അമേരിക്കൻ കോടതികൾ ജോൺസന്റെ ബേബി പൗഡർ ഉപയോഗിച്ച് ക്യാൻസർ പിടിച്ചവർക്ക് തുരുതുരാ നഷ്ടപരിഹാരം വിധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ആക്ഷേപിച്ചിരുന്ന പത്രമാധ്യമങ്ങളൊക്കെ ഇപ്പൊ ചെറുതായിട്ടെങ്കിലും അത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ വിയോക്സ് എന്ന് പറഞ്ഞ വേദനാ സംഹാരി ലോകമെമ്പാടും നിരോധിച്ചത് അതിൽ ക്യാൻസറും ഹൃദ്രോഗവും ഉണ്ടാക്കുന്ന കെമിക്കലുകളുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടാണ്. നിരവധി മരുന്നുകൾ അതേ രീതിയിൽ തന്നെ നിരോധിച്ചിട്ടുണ്ട്. സുജീവിതം മാസിക പല പ്രാവശ്യം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ സുജീവിതം മാസിക പ്രധാനപ്പെട്ട മരുന്ന് പിൻവലിക്കലുകളെ കുറിച്ച് പ്രത്യേകമായിട്ട് എഴുതുകയുണ്ടായി. സുജീവിതം മാസികയുടെ വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളായിരുന്നു അത്. മുഖചിത്രവും മരുന്ന് പിൻവലിക്കൽ തന്നെയാണ്. പ്രധാനപ്പെട്ട മരുന്ന് പിൻവലിക്കലുകളുടെ ലിസ്റ്റ് 3 ലക്കങ്ങളായി കൊടുത്തിട്ടും ഇതുവരെ തീർന്നിട്ടില്ല. അതേപോലെ ഈ നവംബറിൽ ഇറങ്ങിയ സുജീവിതം മാസികയുടെ ലക്കം, ഡിസംബർ ലക്കം, വൽസാർട്ടൻ എന്ന് പറയുന്ന മരുന്ന് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള വാർത്ത ഒരു ലേഖനമായി തന്നെ കൊടുത്തിരുന്നു. അതിനുശേഷം മറ്റു നിരവധി മരുന്നുകളിലാണ് അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ക്യാൻസറിന്റെ ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതും. നിരോധനത്തിന് തുല്യമായി അമേരിക്കയിൽ അങ്ങനെയാണ്. അവർ വ്യവസായത്തിന്
ഒറ്റയടിക്ക് കേടുണ്ടാകുന്ന രീതിയിൽ നിരോധനം കൊണ്ടുവരില്ല. പകരം മരുന്ന് കമ്പനികളോട് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളിൽ അത് വിൽക്കാനുള്ള തടസ്സം ഉണ്ടാവരുതെന്നർത്ഥം. ഇന്ത്യയിലെയും ചൈനയിലെയും കമ്പനികളിലാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തി പ്രധാനമായിട്ടും ക്യാൻസർ ഘടകങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ 2 കമ്പനികൾ, ചൈനയിലെ ഒരു കമ്പനി, ഈ കമ്പനികളിലെ മരുന്നുകളിൽ നൈട്രോസോഡൈഇഥൈലാമിൻ എന്നറിയപ്പെടുന്ന ക്യാൻസർകാരിയെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. തിരിച്ചറിയാത്ത എന്തെല്ലാം ഘടകങ്ങൾ മരുന്ന് കമ്പനികൾ മരുന്നുകളിലും നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലും ചേർത്ത് നമ്മെ രോഗികളാക്കുന്നു എന്നുള്ളത് വഴിയെ കണ്ടുപിടിക്കുവായിരിക്കാം. ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുത്തക കമ്പനികളുടെ, വിദേശ കുത്തക കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമ്മെ നന്നാക്കാനുള്ളതല്ല, നമ്മെ രോഗികളാക്കി മരുന്ന് വിറ്റ് കോടികൾ നേടി നമ്മുടെ ജനസംഖ്യ കൂടെ കുറയ്ക്കാനുള്ളത് തന്നെയാണ്. യാതൊരു സംശയവും നിങ്ങൾക്ക് അക്കാര്യത്തിൽ വേണ്ട. ജോൺസന്റെ ബേബി ഓയിൽ കേരളത്തിന്റെ മിക്കവാറും ജില്ലകളിൽ ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ തീയിലെറിയുകയും കത്തിക്കുകയും ഒക്കെ ചെയ്ത് പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതേപോലെ തന്നെ അലോപ്പതി മരുന്നുകളിൽ പാരാസെറ്റമോൾ എലിവിഷമാണ് എന്ന് ഞങ്ങൾ എത്രയോ കൊല്ലം, 2000 ആണ്ട് തുടങ്ങി പറയുന്നതാണ്. 2 പാരാസെറ്റമോൾ പൊടിച്ച് ചോറിൽ കുഴച്ച് വെച്ചാൽ 5-8 എലികളെ കൊല്ലാം. ആ എലിവിഷമാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ അടക്കം പാരാസെറ്റമോൾ ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള ലേഖനങ്ങൾ വന്നു കഴിഞ്ഞു. പാരാസെറ്റമോള് കരളിൽ ക്യാൻസർ, കിഡ്നി ട്രാക്റ്റിൽ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, 3 തരം ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വൻ വികസനം ക്യാൻസർ ആശുപത്രികളുടെ വികസനമായി മാറിയിരിക്കുന്നു. പാലിയേറ്റീവ് കെയർ അംഗീകൃത കൊലപാതക കേന്ദ്രങ്ങളുടെ വികസനമായി മാറിയിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക. ടൂത്ത് പേസ്റ്റുകളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സോഡിയം ലാറിൽ സൾഫേറ്റും ഗ്ലൈക്കോളും, സോപ്പിൽ ഇതിനു പുറമെ ട്രൈക്ലോസാൻ എന്ന് പറയുന്ന മാരകമായ ക്യാൻസർ സാധനം, ബേക്കറികളിലും കടകളിലുമെല്ലാം ഇരിക്കുന്ന നിറം കലർന്ന ഭക്ഷണ സാധനങ്ങളിൽ കോൾട്ടാർ നിറങ്ങൾ, മെറ്റാനിൻ യെല്ലോ, കരളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന നിറങ്ങൾ, ബിസ്ക്കറ്റിലും മിഠായിയിലും ചോക്ലേറ്റിലുമെല്ലാം ആസിഡ് റെഗുലേറ്റർ, ഇൻവേർട്സ് ഓഫ് ഡോഫ് കണ്ടീഷണർ, പ്രിസർവേറ്റീവുകൾ എന്നുള്ള പേരിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങളുടെ നീണ്ട നിര. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഭാവി തലമുറ പാടേ അപകടത്തിൽ. കോള എന്ന് പറയുന്നത് അത് കൊക്കരക്കോളയായാലും പെപ്സി കൊള്ളയായാലും ക്യാൻസർ സാധനമാണ്. അസ്പർട്ടം, മാരകമായ മധുരം, അതിൽ ചേരുന്ന നിറങ്ങൾ. ഇനി വേറെന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്, അതിലെ ചേരുവ എന്താണെന്ന് അവൻ പുറത്തു പറയില്ല. നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന് ഒരു പാനീയ ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിലെ ചേരുവ വ്യക്തമായി കൃത്യമായി സർക്കാരിനെ അറിയിച്ചിരിക്കണം. എന്നാൽ കൊക്കക്കോളക്കാരനും പെപ്സിക്കാരനും അത് ബാധകമല്ല. അവൻ എവിടെ നിന്നും വെള്ളമൂറ്റാം, നമ്മുടെ വെള്ളത്തിൽ വിഷം ചേർത്ത് 100 ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. സാധനം ക്യാൻസർ സാധനമാണ് എന്നുള്ള കാര്യത്തില് സംശയമുണ്ടോ? 3-ാം ലോക രാജ്യങ്ങളിലെ കോള വേറെ കോളയാണ്. ഗൾഫിലെ കോള കുടിക്കുന്നവര് ഇവിടെ വന്നാൽ ഈ കോള കുടിക്കില്ല, ഇവിടുത്തെ രുചി കൊള്ളില്ല എന്നാണ് അവർ പറയുക. ഇതെല്ലാം കൊക്കക്കോളയല്ലേ, എല്ലാം പെപ്സി കോളയല്ലേ. അമേരിക്കയിലെ കോള വേറെ, 3-ാം ലോക രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നൽകുന്ന വന്ധ്യംകരണ കോള, കൊലപാതക കോള, ജനസംഖ്യ കുറയ്ക്കൽ കോള, അത് വേറെയാണ്. ഇനിയുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ് ക്യാൻസറിന്റെ മുഖ്യ ഘടകമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ തിരഞ്ഞു നോക്ക്, നെയിൽ പോളിഷ് കോസ് ക്യാൻസർ, ഗൂഗിള് പറഞ്ഞു തരും. അതേപോലെ ബോഡി സ്പ്രേ, ടാൽക്കം പൗഡർ, മസ്കാര, ലിപ്സ്റ്റിക്ക്,
ഇതുപോലുള്ള സൗന്ദര്യ ഭ്രമത്തിന്റെ അടിമകളാക്കി നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ പെൺകുട്ടികളെ പ്രത്യേകിച്ച് ഇപ്പൊ ചെറുപ്പക്കാരിലും ആ ഭ്രമം ആൺകുട്ടികളിലും തുടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ കൊണ്ട് പണം വാരിക്കൂട്ടുകയാണ് വിദേശ കുത്തക കമ്പനികൾ. 8,000 രൂപ മാത്രം ഉണ്ടായിരുന്ന മരുന്നിന്റെ വില ഒറ്റയടിക്ക് 1.5 ലക്ഷമൊക്കെ ആയത് നമ്മൾ കണ്ടു. ക്യാൻസർ ഇൻഡസ്ട്രിയാണ്, ക്യാൻസർ വ്യവസായമാണ്. മദ്യത്തിൽ അസറ്റൽഡിഹൈഡ് എന്നുള്ള ക്യാൻസർകാരി, അതേപോലെ തന്നെ ഗ്രിൽഡ് മീറ്റില് നമ്മുടെ നാട്ടിൽ ഇന്ന് അധിനിവേശ ശക്തികൾ, പഴയ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി വന്നു. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പകരം ഇപ്പൊ കില്ലർ FC, മാഡ് ഡൊണാൾഡ്സ്, പിശാജ് ഹട്ട് ഇവരെല്ലാം തരുന്ന അപരിചിത ഭക്ഷണം, അജ്ഞാത ഭക്ഷണം, ആ ഭക്ഷണ സാധനങ്ങളിൽ ക്യാൻസറിന്റെ ഘടകങ്ങൾ ഉറപ്പാണ്. അങ്ങനെയാണ് അവർ കാശുണ്ടാക്കുന്നത്, കച്ചവടം നടത്തുന്നത്. സകല മരുന്ന് കമ്പനികൾക്കും നിത്യോപയോഗ സാധനങ്ങൾ ഉണ്ടാക്കുന്ന, അത് വിതരണം ചെയ്യുന്ന സഹോദര കമ്പനികൾ ജോൺസൺ ആൻഡ് ജോൺസൺ, ക്യാൻസറിന് ബേബി ഉൽപ്പന്നങ്ങളുടെ നീണ്ട നിര. ആ ഉൽപ്പന്നങ്ങളെല്ലാം ആശുപത്രികളിൽ കൊണ്ടുപോയി നഴ്സുമാരെ കെട്ടിയേൽപ്പിക്കുകയാണ്. സിസ്റ്റർമാരെ, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നിങ്ങൾ എടുത്തോളൂ, ഇവിടെ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് കൊടുത്താൽ മതി. ഇതാണ് കരാറ്. ജോൺസൺ ഒരു വലിയ മരുന്ന് കമ്പനിയാണ് എന്നുള്ള സത്യം എത്ര പേർക്കറിയാം. അതുപോലെ ബയർ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ഒരു കൈ കൊണ്ട് കീടനാശിനി ഉണ്ടാക്കി അതിന്റെ രോഗങ്ങൾ ഉണ്ടാക്കുന്നു, മറുകൈ കൊണ്ട് ഒരു മരുന്നുണ്ടാക്കി വെക്കുന്നു. രണ്ടിന്റെയും ഘടകങ്ങൾ, കീടനാശിനിയുടെയും ഇംഗ്ലീഷ് മരുന്നിന്റെയും ഘടകങ്ങൾ നല്ലൊരു ശതമാനവും ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു കാര്യവും ജനങ്ങൾക്കറിയില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളിലൂടെ, അതേപോലെ ആധുനിക ഉൽപ്പന്നങ്ങളിലൂടെ രോഗങ്ങളെ കടത്തിവിട്ട് മനുഷ്യരെ രോഗികളാക്കി, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളാക്കി രാജ്യം പിഴിഞ്ഞൂറ്റി കുടിക്കുകയാണ് വിദേശ കുത്തകകൾ. അല്ലാതെ എങ്ങനെയാണ് ഓരോ വീട്ടിലും ഒരു ക്യാൻസർ രോഗി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കേരളം അധപ്പതിക്കുക? ക്യാൻസറാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ രോഗം, ഏറ്റവും വലിയ ഭീഷണി എന്നുള്ള രീതിയിലേക്ക് നാം അധപ്പതിച്ചത് താനേ ഉണ്ടായതല്ല, അതൊരു ജീവിതശൈലി രോഗമാണ് എന്ന് പറയുമ്പോൾ ഈ വിദേശ കുത്തകകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളിലൂടെ നാം നേടിയെടുക്കുന്നതാണ്. ഇത് ഒരു താക്കീതായിട്ട് ഒരിക്കൽ കൂടെ ഞങ്ങൾ പറയാൻ, നിരന്തരം ഞങ്ങൾ കേരളത്തിന് തരുന്ന ഒരു താക്കീതാണ്. ഇനിയും നിങ്ങളിത് കേൾക്കുന്നില്ല എങ്കിൽ പറയാൻ ഞങ്ങളും കേൾക്കാൻ നിങ്ങളും ബാക്കിയുണ്ടാവാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളത്തില് സമാരാധ്യനായ ഒരു വ്യക്തി, ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ഒരു സുഹൃത്തിന്റെ പക്കൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ ഇവരുമായിട്ട് കലഹിക്കരുത്, ആപത്താണ്, അത് ഒഴിവാക്കണം. അദ്ദേഹത്തിന്റെ ആ മുന്നറിയിപ്പ് പാലിക്കാൻ കഴിയാതെ വന്നത്, ഇതൊക്കെ പറയാതിരിക്കുന്നത് എങ്ങനെ, അറിഞ്ഞിട്ടും പറയാതിരിക്കുന്നതിലുള്ള മനസ്സ് സമ്മതിക്കില്ല. പക്ഷെ ജനങ്ങൾ കേൾക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം. പറഞ്ഞിട്ടെന്ത് കാര്യം, ആര് കേൾക്കാൻ, ആ ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ ചെയ്തിരുന്ന ഒരു കടമ അത് നിർവഹിച്ചു എന്നുള്ളൊരു ആശ്വാസമെങ്കിലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ വ്യക്തിയുടെ ഉപദേശം അതേപടി സ്വീകരിക്കാൻ കഴിയാതെ വന്നതിലുള്ള ഒരു ഖേദം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തോടു കൂടെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1960 ഹിന്ദുസ്ഥാൻ ലിവർ എന്ന യൂണിലിവർ വിദേശ കമ്പനിയാണ്. അവൻ ഇന്ത്യക്കാരനെന്ന് അറിയാൻ വേണ്ടി മുഖം മൂടി വെച്ചതാണ് ഹിന്ദുസ്ഥാൻ ലിവർ. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് വനസ്പതി ഡാൽഡ എന്ന് പറഞ്ഞ പാഷാണം. ആ ഡാൽഡയാണ് നമ്മുടെ നാട്ടിൽ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഹൃദ്രോഗവും ഹൃദയത്തിൽ ബ്ലോക്കും അവയവങ്ങളിൽ സ്റ്റോണ്, കിഡ്നി സ്റ്റോണ്, ബൈൽ സ്റ്റോണ്, ബ്രെയിനിൽ വരെ സ്റ്റോൺ ഉണ്ടാക്കുന്ന ഒരു പാഷാണമാണ്, മാരക സാധനമാണ് ഈ ഡാൽഡ എന്ന് പറയുന്ന വനസ്പതി. അമേരിക്കയിൽ അത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. കേരളത്തിൽ അത് നിരോധിക്കാൻ മുമ്പ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിരുന്ന TV അനുപമ ശ്രമിച്ചതായിട്ട് എനിക്കറിയാം. അവരതിൽ ദയനീയമായി പരാജയപ്പെട്ടു. കീടനാശിനിക്കെതിരെ സമരം ചെയ്യുന്ന ഞങ്ങളും പരാജയപ്പെടുകയാണ്. വിഷമരുന്നുകൾക്കെതിരെ സംസാരിക്കുന്ന ഞങ്ങളും പരാജയപ്പെടുകയാണ്.
അനുപമയും ഞങ്ങളും പരാജയപ്പെടേണ്ടവരല്ല. പക്ഷേ ജനങ്ങൾ, രണ്ടുപേര് കീടനാശിനി തളിച്ച് അത് ശ്വസിച്ച് മരിച്ചു കഴിഞ്ഞു തിരുവല്ലയ്ക്കടുത്ത്, 4 പേര് ആശുപത്രിയിൽ. പക്ഷേ ജനങ്ങൾക്ക് യാതൊരു കൂസലും ഇല്ല. ഒരാൾ പോലും ഒരു പ്രതിഷേധം, അർത്ഥവത്തായൊരു പ്രതിഷേധം കേരളത്തിൽ ഉയർത്തുന്നില്ല. ഭരണാധികാരികളിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല. ഈ വിഷമൊക്കെ വാങ്ങി തിന്നാൻ വിഷക്കോഴിയെയും മാംസത്തെയും മത്സ്യത്തെയും എല്ലാം വാങ്ങി തിന്നാൻ കുറച്ച് ദിവസം ഒരു നാടകമൊക്കെ നടക്കും. ഒരു മരണം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അധപ്പതിച്ചു പോയല്ലോ കേരളത്തിലെ മനുഷ്യന്റെ വിവേകം, ബുദ്ധി, വിദ്യാഭ്യാസം കൂടിയത് കൊണ്ടായിരിക്കാം. ഏതായാലും വളരെ അപകടം നിറഞ്ഞ ഒരു മുനമ്പിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിത് സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ഇനിയും ഇത് നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ വിളിച്ചു പറയാൻ ഞങ്ങളും ഉണ്ടാവില്ല. അത്രയും വലിയ ഭീഷണികൾ ഞങ്ങൾക്കുണ്ട്. കേൾക്കാൻ വേണ്ടി നിങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾ RCCയുടെ വരാന്തയിൽ റേഡിയേഷനും കീമോതെറാപ്പിക്കും വേണ്ടി ഉള്ള കാശ് ബാങ്കിൽ ആധാരം പണയം വെച്ച് നടക്കുന്ന തിരക്കിലായിരിക്കും. കേരളത്തിന്റെ കണ്ണ് ഇനിയെങ്കിലും തുറക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ, മരുന്നുകൾ കഴിക്കല്ലേ, മരുന്നുകളില്ലാതെ നമുക്ക് ഏത് രോഗവും മാറ്റിയെടുക്കാം. അല്പം ജാഗ്രത, അല്പം ശ്രദ്ധ. പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി കഴിച്ചുകൊണ്ട് മാറ്റാൻ കഴിയാത്ത രോഗങ്ങളൊന്നും ഇക്കാലത്തും നമ്മുടെ നാട്ടിലില്ല. ഇന്ന് കേരളത്തിൽ 100 കണക്കിന് പ്രകൃതി ചികിത്സകരുണ്ട്. അവരിൽ ആരെങ്കിലുമായിട്ടൊന്ന് കണ്ട് സംസാരിക്കും. 100ഓളം പ്രകൃതി ചികിത്സാലയങ്ങൾ കേരളത്തിലുണ്ട്. ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയി അവിടെയുള്ള ചികിത്സകരോട് ഒന്ന് സംസാരിക്കൂ. അവിടെ ചികിത്സയിലിരിക്കുന്നവരുമായി സംസാരിക്കും. ചികിത്സ കഴിഞ്ഞു പോയവരുമായി സംസാരിക്കും. ഈ വരുന്ന 26-ാം തീയതി മലപ്പുറം ജില്ലയിൽ എടപ്പാളിനടുത്തുള്ള ചങ്ങരംകുളത്ത് രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവരുടെ ആനന്ദ സംഗമം നടക്കുന്നുണ്ട്. ഒന്ന് വരൂ. അവിടെ വരുന്നവരുമായി സംസാരിക്കൂ. സത്യം തിരിച്ചറിയൂ. ഈ മാസം തന്നെ 28, 29, 30 തീയതികളിൽ കോട്ടയം ശാസ്ത്രി റോഡിൽ പബ്ലിക് ലൈബ്രറിയുടെ പിന്നിലുള്ള സീരി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 2 മണി മുതൽ പ്രകൃതി സെമിനാർ നടക്കുന്നുണ്ട്. 3 ദിവസവും എൻ്റെ സെമിനാറാണ്. വൈകിട്ട് 5 മണി തുടങ്ങി ശാസ്ത്രി റോഡിൽ തന്നെയുള്ള ദർശനയിൽ ജസ്റ്റിസ് KT തോമസിന്റെ, പത്മഭൂഷൺ ജസ്റ്റിസ് KT തോമസിന്റെ ഗാന്ധി പ്രഭാഷണം നടക്കുന്നുണ്ട്. ആരോഗ്യവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സങ്കല്പങ്ങളാണ്. അതും കേൾക്കാൻ വരിക. നമുക്ക് അവസാന നിമിഷങ്ങളിൽ ക്യാൻസർ കൊണ്ടുള്ള കൂട്ടമരണത്തിന്റെ ഈ അവസാന യാമങ്ങളിൽ നിൽക്കുന്ന നമുക്ക് ഒരുമിച്ച് ഈ മഹാവിപത്തിനെ നേരിടാം. മൾട്ടിനാഷണൽ കമ്പനികളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. നന്ദി, നമസ്കാരം.